ഇതിന്റെ ഗ്രോസ് ഫീച്ചർ നോക്കുക. കിഡ്നി എങ്ങനെ ഇരിക്കും നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കിഡ്നി എന്താണ്, അത് എൻലാർജ്ഡ് ആയിരിക്കും. അതിന്റെ ക്യാപ്സ്യൂൾസ് ഭയങ്കര ടെൻസ് ആയിരിക്കും. നമ്മൾ മൈക്രോസ്കോപ്പിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കണക്റ്റീവ് ടിഷ്യൂ ഫൈബേഴ്സിന് എഡിമാറ്റിക് ഫ്ലൂയിഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ നിന്നും അത് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് വെച്ചിട്ട് അത് നമുക്ക് എന്താവും, ഫ്ലൂയിഡ് നമ്മൾ നോക്കുമ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് അനുസരിച്ചിട്ട് ഹോമോജനസ് ആയിട്ടും പെയിൽ ആയിട്ടും ഇസിനോഫിലിക്, ചിലപ്പോൾ ഡീപ്ലി ഇസിനോഫിലിക്കും ഗ്രാനുലർ ഒക്കെ ആയിട്ട് കാണും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, മൈക്രോസ്കോപ്പിയും ഗ്രോസും ഒന്ന് എഴുതാൻ ഓർക്കുക, അത്രേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഡിമ നെഫ്രൈറ്റിക് സിൻഡ്രം. അപ്പൊ നെഫ്രൈറ്റിക് സിൻഡ്രത്തിലുള്ള എഡിമ എന്ന് പറയുമ്പോഴത്തേക്കും സോഡിയത്തിന്റെയും വാട്ടറിന്റെയും റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്ററോൺ മെക്കാനിസം വഴിയാണ് ഈ സോഡിയത്തിന്റെയും വാട്ടറിന്റെ റിട്ടൻഷൻ കൂടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എഡിമ ഉണ്ടാവുക. സോ ഈ എഡിമയുടെ കേസിൽ സോഡിയമും വാട്ടറും ആണ് കാര്യമായിട്ട് റിട്ടൻസ് ചെയ്തിട്ട് അങ്ങനെ ഒരു എഡിമ ഉണ്ടാവുന്നത് കൊണ്ട് ഇവിടെ പ്രോട്ടീൻ കണ്ടന്റ് കുറവായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നെഫ്രൈറ്റിക് എഡിമ, നെഫ്രൈറ്റിക് സിൻഡ്രത്തിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്ററോൺ മെക്കാനിസം ആക്ടിവേറ്റ് ആയതുകൊണ്ട് സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻസ്ഡ് ആയി. ആ റിട്ടൻഷൻ ഉള്ളത് കൊണ്ട് എഡിമ സംഭവിക്കുന്നു. സോ അവിടെ പ്രോട്ടീൻ ഒന്നും പോകാനുള്ളൊരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട് പ്രോട്ടീൻ കണ്ടന്റും കുറവായിരിക്കും. ഇനി നെഫ്രോട്ടിക് എഡിമേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നെഫ്രൈറ്റിക് എഡിമ കുറച്ചും കൂടെ മൈൽഡർ ആയിരിക്കും. പിന്നെ അത് ലൂസ് ടിഷ്യൂസ്, പിന്നെ അത് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ജെനിറ്റ് ഏരിയ, ഐസ്, ആംഗിൾ, ഫേസ്, അവിടേക്കുള്ള ലൂസ് ടിഷ്യൂസിന്റെ അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി എഫക്ട് ചെയ്യത്തില്ല. ഓക്കെ, ഇനി നമുക്ക് നെഫ്രോട്ടിക് സിൻഡ്രത്തിന്റെയും നെഫ്രൈറ്റിക് സിൻഡ്രത്തിന്റെയും കുറച്ച് ഡിഫറൻസസ് നോക്കേണ്ടതുണ്ട്. അത് ഇവിടെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാല് നല്ലതാണ്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ചോദ്യം, ഉറപ്പൊന്നുമില്ല. അപ്പൊ നെഫ്രോട്ടിക് എഡിമ, നെഫ്രൈറ്റിക് എഡിമ നമ്മളുടെ വ്യത്യാസം. നെഫ്രോട്ടിക് എഡിമ നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ ഉണ്ടാവുന്നു. നെഫ്രൈറ്റിക് എഡിമ എന്ന് പറഞ്ഞാൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസിലാണ്. അപ്പൊ അത് അക്യൂട്ടും റാപ്പിഡ്ലി പ്രോഗ്രസിംഗും ആണ്. ഇനി പ്രോട്ടീൻ യൂറ, നെഫ്രോട്ടിക്കിലാണെങ്കിൽ ഹെവി പ്രോട്ടീൻ യൂറിയ ആയിരിക്കും, നെഫ്രൈറ്റിക്കിലാണെങ്കിൽ പ്രോട്ടീൻ യൂറിയ കുറവായിരിക്കും. ഇനി പ്രോട്ടീൻ കണ്ടന്റ് നോക്കുമ്പോൾ നെഫ്രോട്ടിക് എഡിമയ്ക്കകത്ത് കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റും നെഫ്രൈറ്റിക്, ഒരു മിനിറ്റ്, ഹലോ കേൾക്കണല്ലേ ഇപ്പോ? ഹലോ, ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് തുടങ്ങാം. നെഫ്രോട്ടിക് എഡിമ, നെഫ്രൈറ്റിക് എഡിമ വ്യത്യാസം. ആദ്യം കോസ് പറയാം. നെഫ്രോട്ടിക് എഡിമ നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റിക് എഡിമ ഗ്ലോമറുലോ നെഫ്രൈറ്റിസിനാണ്. പ്രോട്ടീൻ യൂറിയ നമ്മൾ നോക്കുമ്പോൾ നെഫ്രോട്ടിക്കില് ഹെവി പ്രോട്ടീൻ യൂറിയ ഉണ്ടാവും, മറ്റേതിൽ കുറവായിരിക്കും. പ്രോട്ടീൻ കണ്ടന്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രോട്ടീൻ കണ്ടന്റ് നെഫ്രോട്ടിക്കിൽ കൂടുതലും നെഫ്രൈറ്റിക്കിൽ കുറവാണ്. ഇനി മെക്കാനിസം നെഫ്രോട്ടിക്കില് പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ കുറയുന്നതും സോഡിയം വാട്ടർ റിട്ടൻഷൻ രണ്ടും ഉണ്ട്. നെഫ്രൈറ്റിക്കിൽ സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ മാത്രമേ ഉള്ളൂ. ഇനി എഡിമ, എത്രത്തോളം എഡിമ ഉണ്ടായി, അല്ലെ ഡിഗ്രി ഓഫ് സിവിയറിറ്റി നോക്കുമ്പോഴത്തേക്കും നെഫ്രോട്ടിക്കില് ഭയങ്കര സിവിയർ ആൻഡ് ജനറലൈസ്ഡ് എഡിമ ആയിരിക്കും. ഇനി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നെഫ്രോട്ടിക് എഡിമ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിലും വിസറൽ ഓർഗൻസിലും കാണപ്പെടും. മറ്റത് നമ്മുടെ ലൂസ് ടിഷ്യൂസ്, അതായത് ഫേസ്, ജെനിറ്റേലിയ, ആംഗിൾസ്, ഇവിടെ മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇതും ഒരു ഡിഫറൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ചോദ്യം, ഒന്ന് ഓർത്തെടുക്കുക. ഇനി റീനൽ എഡിമയുടെ അടുത്തതാണ് അക്യൂട്ട് ട്യൂബുലാർ ഇഞ്ചറി. അപ്പൊ നമ്മുടെ എന്തെങ്കിലും ട്യൂബുലാർ, അതായത് ഷോക്കോ അല്ലെ കെമിക്കൽസ്, ടോക്സിക് കെമിക്കൽസ് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴത്തേക്കും എഡിമ ഉണ്ടാവും.
അപ്പൊ അതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സാധനങ്ങൾക്ക് നമ്മുടെ ട്യൂബ്യൂൾസിന് ഒരു എന്താണ് ഒരു അപകടം അല്ലെങ്കിൽ എന്താ ഇപ്പൊ പറയാ ഡാമേജ് അങ്ങനെ. അപ്പൊ ഡാമേജ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിൽ ഈ റീ അബ്സോർപ്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ അതായത് ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിന്റെ സെലക്ടീവ് റീ അബ്സോർപ്ഷനും കോൺസെൻട്രേഷൻ ഒന്നും നടക്കില്ല. അപ്പൊ എന്ത് പറ്റും, അവിടെ വീണ്ടും എക്സ്റ്റെൻസീവ് റിട്ടൻഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാക്കും. അതേപോലെ തന്നെ അതുകൊണ്ട് എന്താ അവിടെ ഒലിഗ്യൂറിയ നമുക്ക് കാണാൻ പറ്റും. ഓൾസോ ബ്ലഡ് യൂറിയയില് ചെറിയ ഇൻക്രീസും ഉണ്ടാവും. അപ്പൊ മനസ്സിലായില്ലേ? അക്യൂട്ട് ട്യൂബുലാർ ഇഞ്ചറിയിൽ എന്താ സംഭവിക്കുന്നത്? അതായത് ട്യൂബ്യൂൾസിന് പറ്റുന്ന ഇഞ്ചറി കാരണം അവർക്ക് ആ റീ അബ്സോർപ്ഷനും അതായത് ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിന്റെ റീ അബ്സോർപ്ഷനും കോൺസെൻട്രേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ സോഡിയത്തിന്റെ വാട്ടറിന് റിട്ടൻഷൻ ഉണ്ടാവുന്നു. ഈ റിട്ടൻഷൻ ഉണ്ടാവുന്നതോടുകൂടി എഡിമ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ സോഡിയത്തിന്റെ വാട്ടറിനൊന്നും നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ പറ്റാത്തതുകൊണ്ട് വാട്ടർ എക്സ്ക്രീഷൻ കുറവായതുകൊണ്ട് അവിടെ എന്ത് പറ്റും, ഒലിഗ്യൂറിയ ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ബ്ലഡ് യൂറിയയിലും ഇൻക്രീസ് ചെയ്യും, കാരണം ഈ കോൺസെൻട്രേഷൻ നടക്കുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു മെക്കാനിസം മൊത്തത്തിൽ എഫക്റ്റഡ് ആയതുകൊണ്ട് ബ്ലഡ് യൂറിയ ലെവൽസും കൂടും. ഇനി അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എഡിമ. അപ്പൊ റീനൽ എഡിമ ഇത്രമാണ്. 3 ടൈപ്പ് റീനൽ എഡിമയിൽ 3 എണ്ണമാണ് വരുന്നത്: നെഫ്രോട്ടിക്, നെഫ്രൈറ്റിക് ആൻഡ് ട്യൂബുലാർ ഇഞ്ചറി. ഇനി അടുത്തത് വരുന്നത് കാർഡിയാക് എഡിമ. കാർഡിയാക് എഡിമ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഹാർട്ട് ഫെയിലിയറിലും റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ വരുമ്പോഴും രണ്ടിലും രണ്ടാണ്. ഇനി ലെഫ്റ്റ് സൈഡഡ് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ജനറലൈസ്ഡ് എഡിമ ആയിരിക്കും. അപ്പൊ നമ്മൾ കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ അതേപോലെ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിലൊക്കെ ജനറലൈസ്ഡ് എഡിമ ആയിരിക്കും. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിന്റെ മെക്കാനിസത്തിനെ പറ്റിയാണ് നമുക്ക് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്ന കേസിൽ അവിടെ എന്ത് പറ്റും, ഹൈപ്പോ വോളിയമി ഉണ്ടാവും. ഹൈപ്പോ വോളിയമി ഉണ്ടാവുമ്പോഴത്തേക്കും അത് റീനൽ ആൻഡ് എക്സ്ട്രാ റീനൽ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ മെക്കാനിസം, ADH സെക്രീഷൻ ഇതെല്ലാം കൂടിയിട്ട് എന്ത് പറ്റും, സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ ഉണ്ടായിട്ട് എഡിമ ഉണ്ടാവും. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഹലോ, അപ്പൊ അതാണ് ഒരു റീസൺ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിൽ ജനറലൈസ്ഡ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം നമ്മൾ പറയാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്ക് പ്രഷർ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ആണ്. അതൊരു ഹൈപ്പോത്തസിസ്. സോ അവിടെ എന്താ വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഫെയിൽ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ വീനൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ പ്രഷർ ഇൻക്രീസ് ആവുന്നത് കൊണ്ട് അത് ഈ ഇൻക്രീസ് പ്രഷർ ബാക്ക്വേർഡ് ട്രാൻസ്മിഷൻ നടക്കും. അപ്പൊ എന്ത് പറ്റും, വീനസ് എൻഡ് ഓഫ് കാപ്പിലറീസിൽ കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാവും. അതുവഴി ട്രാൻസ്ലേഷൻ ഉണ്ടാവും. മനസ്സിലായോ? ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുമ്പോൾ സെൻട്രൽ വീനൽ പ്രഷർ കൂടും. സെൻട്രൽ വീനൽ പ്രഷർ കൂടുമ്പോൾ എന്ത് പറ്റും, വീനസ് എൻഡ് ഓഫ് കാപ്പിലറീസിലുള്ള പ്രഷർ കൂടും. അവിടുത്തെ കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടും. അതുവഴി എന്താണ് എഡിമ ഫോം. മനസ്സിലായോ? ബാക്ക് പ്രഷർ ഹൈപ്പോത്തസിസ് മനസ്സിലായോ? ഹലോ, മനസ്സിലായി. നെറ്റ് പോയി തോന്നുന്നു. കേൾക്കണ്ടോ? ഇപ്പൊ കേൾക്കാം. ഒരു മിനിറ്റ്, സ്ക്രീൻ വിസിബിൾ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ ബാക്ക്വേർഡ് പ്രഷർ ഹൈപ്പോത്തസിസ് പറഞ്ഞു.
അത് ഹാർട്ട് ഫെയിലിയറിന്റെ കേസിലാണ്. ഇനി നമ്മൾ ഫോർവേഡ് പ്രഷർ ഹൈപ്പോതെസിസ്, അതായത് ക്രോണിക് ഹൈപ്പോക്സിയ ഉണ്ടാവുന്ന സമയത്ത് കാപ്പിലറി എൻഡോത്തീലിയത്തിനെ അത് ഇഞ്ചർ ചെയ്യും. അപ്പൊ എന്ത് പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ സാധനം കിട്ടിയ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഒന്ന് കാർഡിയക് ഔട്ട്പുട്ട് കുറയുന്നതുകൊണ്ട് ഹൈപ്പോവോളീമിയ ഉണ്ടാവും. ആ ഹൈപ്പോവോളീമിയ ADH-നെയും റെനിൻ-ആൻജിയോടെൻസിൻ അൽഡോസ്റ്റിറോൺ മെക്കാനിസത്തിനെയൊക്കെ റിലീസ് ചെയ്തിട്ട് സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ, അതുവഴി എഡിമ. പിന്നെ ഹാർട്ട് ഫെയിലിയർ എന്ന സമയത്ത് ബാക്ക്വേർഡ് പ്രഷർ കൂടും, സെൻട്രൽ വീനസ് പ്രഷർ കൂടിയിട്ട് അത് ബാക്ക്വേർഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് വെനിലാർ എൻഡ് ഓഫ് ദി കാപ്പിലറീസിൽ പ്രഷർ കൂടി. അങ്ങനെ ഇനി അത് ബാക്ക്വേർഡ് പ്രഷർ ഹൈപ്പോത്തസിസ്. ഇനി ഫോർവേഡ് പ്രഷർ ഹൈപ്പോത്തസിസിൽ സംഭവിക്കുന്നത് ക്രോണിക് ഹൈപ്പോക്സിക് കണ്ടീഷൻസിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ കാപ്പിലറി എൻഡോത്തീലിയത്തിന് ഇഞ്ചറി സംഭവിക്കും. അങ്ങനെ ഇഞ്ചറി സംഭവിക്കുമ്പോഴത്തേക്കും അവരുടെ പെർമിയബിലിറ്റി കൂടും. ഓക്കെ അല്ലേ? ഇനി ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ, ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയറിൽ എന്താ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീനസ് കൺജഷൻസ് ഉണ്ടാവും. വീനസ് കൺജഷൻസ് ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൾമണറി എഡിമയിലേക്കാണ് പോവുക. അപ്പൊ അവിടെ നമ്മുടെ ലങ്സിലേക്ക് പോകുന്ന വെയിൻസിൽ എന്തെങ്കിലും കൺജഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവിടെ പ്രഷർ കൂടി, അപ്പൊ ഫ്ലൂയിഡ് എന്ത് പറ്റും, അവിടുന്ന് ലങ്സിലേക്ക് പോയിട്ട് പൾമണറി എഡിമ ഉണ്ടാക്കും. ഇനി കാർഡിയാക് എഡിമ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ല. കാർഡിയാക് എഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിപ്പെൻഡന്റ് എഡിമ. അതായത് നമ്മളിപ്പോ ഒരാള് നോക്കിപ്പോ കാർഡിയാക് എഡിമ ഉള്ള ഒരു പേഷ്യന്റ് ആണ്, അത് കാർഡിയാക് എഡിമയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഹാർട്ട് അറ്റാക്ക് കൊണ്ടുള്ള എഡിമയാണ്. സോ അയാള് കിടക്കുന്ന സമയത്ത് അയാളെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അയാളുടെ എഡിമ എന്ന് പറയുന്നത് അയാളുടെ സേക്രൽ റീജിയൻ, അത് ബാക്കിലായിരിക്കും. ഫോട്ടോ തന്നെ ബാക്കിലല്ലേ? അപ്പൊ ബാക്കിലായിരിക്കും അയാൾക്ക് എഡിമ ഉണ്ടാവുക. മനസ്സിലായ? ഇപ്പൊ എണീറ്റ് നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മള് എന്ത് പറ്റും, ഗ്രാവിറ്റി ബ്ലഡിനെ അടിയിലേക്ക് വലിക്കല്ലേ, എല്ലാ സാധനങ്ങളും അടിയിലേക്ക് വലിക്കല്ലേ. അപ്പൊ ബ്ലഡും അതുപോലെ തന്നെ പ്ലാസ്മയും എല്ലാം അടിയിലേക്ക് ഉള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് അങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ലോവർ ലിംസിന്റെ റീജിയനിലായിരിക്കും നമുക്ക് എഡിമ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഡിപ്പെൻഡന്റ് എഡിമ എന്ന് കൊണ്ട്, അതായത് ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതിന്റെ ഒരു മെക്കാനിസം ആണ്, ഈ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി തേർഡ് ടൈപ്പ് ഓഫ് എഡിമയാണ് പൾമണറി എഡിമ. അപ്പൊ പൾമണറി എഡിമ എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് സാധാരണ എഡിമ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ടിഷ്യൂ സ്പേസിൽ മാത്രമായിട്ടാണ് എഡിമ ഉണ്ടാവുക. ഓക്കെ, അതായത് നമ്മുടെ വെസലിന്റെ വെളിയത്തെ ഭാഗത്തിൽ മാത്രം. പക്ഷെ ഈ പൾമണറി എഡിമയുടെ കേസിൽ എന്താ സംഭവിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ടിഷ്യൂ സ്പേസിലും ഉണ്ടാകും, അതേപോലെ ഈ എഡിമാറ്റസ് ഫ്ലൂയിഡ് ആൽവിയോളയ്ക്കകത്തും കയറും. അപ്പം അതിന്റെ എറ്റിയോപാത്തോജനസിസ് അപ്പൊ നമ്മൾ പറയുമ്പോഴത്തേക്കും എലവേഷൻ ഇൻ പൾമണറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഓക്കെ, രണ്ടാമത്തത് ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എലവേഷൻ ഇൻ പൾമണറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ പറ്റി പറയാം. അതായത് ഹാർട്ട് ഫെയിലിയറിന്റെ കേസിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൾമണറി വെയിൻസിലുള്ള പ്രഷർ കൂടും. അങ്ങനെ പൾമണറി വെയിൻസിലുള്ള പ്രഷർ കൂടുമ്പോഴത്തേക്കും ആ പ്രഷർ എന്ത് പറ്റും, പൾമണറി കാപ്പിലറീസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ എന്താണ് അവിടുത്തെ പൾമണറി കാപ്പിലറീസിലെ പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷറിനെക്കാളും അവിടുത്തെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടി. അപ്പൊ എന്ത് പറ്റി, അവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അങ്ങനെ കൂടിയത് കൊണ്ട് ഫ്ലൂയിഡ് എന്ത് പറ്റും, പൾമണറി കാപ്പിലറീസിൽ നിന്ന് ആ ടിഷ്യൂ സ്പേസസിലേക്ക് പോയി. അങ്ങനെ കുറെ പ്രാവശ്യം നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഹാർട്ട് ഫെയിലിയർ പേഷ്യന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ കരുതുക. അങ്ങനെ കുറെ നാൾ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ കാപ്പിലറീസിന്റെ എൻഡോത്തീലിയത്തിൽ ചെറിയ ഫെനസ്ട്രേഷൻ, അതായത് ചെറിയ ചെറിയ പോർസ്, അങ്ങനത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓട്ടയൊക്കെ ഉണ്ടാവും. ആ ഓട്ട വഴി എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോട്ടീൻസ് പോകും. മനസ്സിലായോ? പ്രോട്ടീൻസിനും ഫ്ലൂയിഡിനും ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് കൂടുതലായിട്ട് എത്തും. അങ്ങനെ എന്ത് പറ്റും, ഇന്റർസ്റ്റീഷ്യത്തിലുള്ള കണ്ടൻസിന്റെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് പറഞ്ഞല്ലോ ലിംഫാറ്റിക്സ്, ഒരു പരിധി വരെ അവിടുത്തെ ലിംഫാറ്റിക്സ് ഈ കേറുന്ന സാധനങ്ങളെ
ഡ്രെയിൻ ചെയ്യും ഒരു പരിധി വരെ. പിന്നെ എല്ലാത്തിനും ഒരു പരിധി ഉള്ളത് കൊണ്ട് കുറെ സമയം കഴിയുമ്പോഴത്തേക്കും ഈ സാധനങ്ങൾക്ക് ഡ്രെയിൻ ചെയ്തതിനേക്കാളും എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇന്റർസ്റ്റീഷ്യത്തിൽ വന്ന് അടിയാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടാവുമ്പോഴത്തേക്കും ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ആൽവിയോളയുടെ വോളുകളിലേക്ക് അകത്തേക്ക് കയറാൻ തുടങ്ങും. അങ്ങനെ ആൽവിയോളർ വോൾസ് തിക്കണിങ് സംഭവിക്കും. അപ്പൊ ഈ ആൽവിയോളർ വോൾസ് ഇപ്പൊ തിക്കൺ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും സിറ്റുവേഷൻ വരെ നമുക്ക് ബ്രീത്തിങ്ങിന് ഒരു കുഴപ്പവും ഇല്ല. ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി, അതിങ്ങനെ സാധനം ഇങ്ങനെ പുറത്ത് ചാടി, കുറെയൊക്കെ ലിംഫാറ്റിക്സ് ഡ്രെയിൻ ചെയ്തു. പിന്നെ അവരുടെയും കഴിവിന്റെ പരമാവധിക്ക് അപ്പുറത്ത് എത്തിയപ്പോഴത്തേക്കും അത് ആൽവിയോളർ വോളിലേക്ക് കയറാൻ തുടങ്ങി. ഇനി ഈ സാധനങ്ങൾ ഇതുവരെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പക്ഷെ ഇതിങ്ങനെ കൂടി വരുന്നിടത്തോളം എന്ത് പറ്റും? ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നോണ്ടിരുന്ന് എന്തായി? ഇത് കയറാണ്, ആൽവിയോളയുടെ വോളിൽ കയറാണ്. അങ്ങനെ വോള് വലുതായി അവസാനം സഹിക്ക വയ്യാണ്ട് ആ സെൽ ലൈനിങ് ആണ് പൊട്ടും. ആ ലൈനിങ് പൊട്ടുമ്പോ എന്ത് പറ്റും? ആൽവിയോളയുടെ സെല്ലുലാർ ലൈനിങ് പൊട്ടുന്നതിലൂടെ ഫ്ലൂയിഡ് എന്ത് പറ്റും? ആൽവിയോളയുടെ ഉള്ളിലേക്ക് കയറും. അങ്ങനെ ആൽവിയോളൈ ഫ്ലൂയിഡ് ഫിൽഡ് ആവും. അവിടെ ആൽവിയോളാർ എഡിമ ഉണ്ടാകും. അങ്ങനെ നമുക്ക് എന്ത് പറ്റും? ശ്വാസം മുട്ടും. അപ്പൊ ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ, മൈട്രൽ സ്റ്റിനോസിസ്, പൾമണറി വെയിൻ ഒബ്സ്ട്രക്ഷൻ മുതലായവയിലാണ് ഈ സംഭവം കാണപ്പെടുക. ഞാൻ ഒന്നുകൂടെ പറയണത്, ഈ എങ്ങനെയാണ് എലവേഷൻ ഇൻ പൾമണറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എഡിമ ക്രിയേറ്റ് ചെയ്യണമെന്ന്. അതല്ല ഈ ആൽവിയോളൈന്റെ ലൈന് പൊട്ടുമ്പോ ആൽവിയോളൈന്റെ ഉള്ളിലേക്ക് ഫ്ലൂയിഡ് കയറേ? ആ ആൽവിയോളൈനെ ഇങ്ങനെ ലൈൻ ചെയ്ത് കുറെ സെൽസ്, ഒരു 3 ബേസൽ ലെയർ, അങ്ങനെ കുറച്ച് ലെയേഴ്സ് ഇല്ലേ ആൽവിയോളൈക്ക്? അതിന്റെ ഏതോ ഒരു ലെയറിൽ കുറച്ച് സെൽസ് ഒക്കെ ഇല്ലേ? അപ്പൊ കുറെ നേരം ഈ ലൈനിങ്ങിന്റെ ഉള്ളിൽ ഇങ്ങനെ കേറാം. ആൽവിയോളൈ അല്ലേ, ഒരു സാക്ക് അല്ലേ, അതിന്റെ ലൈൻ ചെയ്യുന്ന കുറച്ച് സെൽ ബൗണ്ടറി ഉണ്ടല്ലോ. അപ്പൊ കുറെ വെള്ളം ഇങ്ങനെ അല്ലെ ഫ്ലൂയിഡ് ഇങ്ങനെ ഇന്റർസ്റ്റീഷ്യത്തിൽ ഉള്ളത് ഒരു പരിധി വരെ ഈ സെല്ലിന്റെ ലൈനിങ്ങിൽ കേറാണ്. പിന്നെ ഒരു എക്സ്റ്റെൻസീവ് ആകുമ്പോഴത്തേക്കും ആ സെൽ ലൈനിങ് പൊട്ടുകയാണ്. പൊട്ടുമ്പോഴാണ് സാക്കിന്റെ അകത്തേക്ക് കയറുന്നത്. അപ്പോഴാണ് ആൽവിയോളാർ എഡിമ ഉണ്ടാകുന്നത്. ക്ലിയർ ആയ? ഇനി ഇറിറ്റന്റ് എഡിമ, അതെന്താ വെച്ച് കഴിഞ്ഞാല് വാസ്കുലാർ പെർമിബിലിറ്റി കൂടുന്ന കണ്ടീഷനാണ്. അതെന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൽവിയോളാർ നമ്മുടെ വാസ്കുലാർ എൻഡോത്തീലിയം അതുപോലെ ആൽവിയോളാർ എപ്പിത്തീലിയൽ സെൽസ് ഒക്കെ ഡാമേജ്ഡ് ആവും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന കേസില് എന്ത് പറ്റും? വാസ്കുലാർ പെർമിയബിലിറ്റി കൂടും. അപ്പൊ പെർമിയബിലിറ്റി കൂടുമ്പോഴത്തേക്ക് ഇവന്മാര് നൈസായിട്ട് അങ്ങോട്ടേക്ക് കയറും. ഈ ആൽവിയോളയുടെ അകത്തേക്ക് വീണ്ടും ഫ്ലൂയിഡ് കയറും. അപ്പൊ ഇത് നമ്മൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഷോക്ക്, റേഡിയേഷൻ ഇഞ്ചറി, മറ്റേ നമ്മുടെ റെസ്പിറേറ്ററി സിൻഡ്രം ഇല്ലേ, മറ്റെന്താണ്, അഡൾട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം, ഷോക്ക്, അതുപോലത്തെ കണ്ടീഷൻസിലൊക്കെ അവിടെ വാസ്കുലാർ പെർമിബിലിറ്റി കൂടിയതുകൊണ്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പൾമോണറി ആർട്ടറീസിന്റെ പെർമിബിലിറ്റി കൂടി. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ട്. ആ ഡാമേജ് ഉള്ളത് കൊണ്ടാണ് അവരുടെ പെർമിബിലിറ്റി കൂടി. അത് കാപ്പിലറിക്ക് വരുന്ന ഡാമേജ് ആണ് കേട്ടോ. നേരത്തെ നമ്മള് പ്രഷർ കൂടിയ കാര്യം പറഞ്ഞു, ഇത് കാപ്പിലറിക്ക് വരുന്ന ഡാമേജ് കൊണ്ടാണ്. വീണ്ടും കാപ്പിലറിക്കുള്ള ഡാമേജ് കൊണ്ട് കാപ്പിലറിയിൽ നിന്ന് കണ്ടൻസ് പുറത്താടി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ ഒക്കെ ഫോളോ ചെയ്തിട്ട് വീണ്ടും ആൽവിയോളയിൽ വരും. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് നോർമലി ഉണ്ടാവുന്ന കണ്ടീഷൻസ് ഇതുണ്ട. അപ്പൊ ആൽവിയോളാർ എഡിമ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ഇങ്ങനെ പോവാണ്. അപ്പൊ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ പ്രഷർ കൂടിയപ്പോഴത്തേക്കും ഫ്ലൂയിഡ് പുറത്താടി. പിന്നെ കുറച്ച് ഈ സെൽ ലൈനിങ്ങിൽ നിന്നു, സെൽ ലൈനിങ് വീർത്തു, അതും പൊട്ടിയപ്പോൾ പുറത്താടി. ഇനി പെർമിയബിലിറ്റി കൂടിയ കണ്ടീഷനിൽ എന്തോ ഡാമേജ് വന്നു വോളിന്. അപ്പൊ ഈസി ആയിട്ട്, അപ്പൊ പ്രഷറിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ പെർമിയബിലിറ്റി കൂടിയതുകൊണ്ട് ഈസി ആയിട്ട് ഫ്ലൂയിഡ്സിനും പ്രോട്ടീൻസിനൊക്കെ അങ്ങോട്ട് വരാൻ പറ്റി. വീണ്ടും കുറെയൊക്കെ ലിംഫാറ്റിക്സ് കളഞ്ഞു, പറ്റാത്തതിനൊക്കെ കുറെയൊക്കെ ഇവരുടെ ലൈനിങ്സ് എടുത്തു, അവർ വീർത്തു, അവർ പൊട്ടി, വീണ്ടും സാക്കിലേക്ക് ഫ്ലൂയിഡ് കയറി. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് രണ്ടുമാണ് മെയിൻ പൾമോണറി എഡിമയിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് അക്യൂട്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡ് എഡിമയാണ്. അതായത് ഒരു 2500 അടി മേളിലേക്കൊക്കെ നമ്മൾ ട്രക്ക് ചെയ്യാണ്. ഇപ്പൊ ഒരു ഹിമാലയ പർവ്വതം, അങ്ങനത്തെ വലിയ വലിയ പർവ്വതങ്ങളൊക്കെ കയറുന്ന ആൾക്കാർക്ക് യൂഷ്വലി കാണപ്പെടുന്ന ഒരു സംഭവമാണിത്. അതായത് നമ്മൾ ഹോൾട്ട് ചെയ്യണ്ട, നമ്മളൊന്ന് നിൽക്കാണ്ട്, നമ്മൾ ബോഡിനെ അക്ലിമറ്റൈസ് ചെയ്യാൻ സമ്മതിക്കാണ്ട്
നമ്മൾ ഇങ്ങനെ കയറാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇതിന് മുന്നേ ഒരു വാംപ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഹൈറ്റിലേക്ക് കയറാണ്. അങ്ങനെ കയറുമ്പോൾ ഉണ്ടാവുന്ന പൾമോണറി എഡിമയാണ് ഇത്. അപ്പൊ ഇവിടെ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വെസൽസിന് വരുന്ന ഒരു പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് അക്ലിമറ്റൈസേഷന് സംഭവങ്ങളൊന്നും നടക്കത്തില്ല. വെസൽസിന് സീനാണ്. അങ്ങനെയാണ് ഇവിടെ എഡിമ ഉണ്ടാവും. അപ്പൊ ഇവിടെ എഡിമ ഉണ്ടാവും നമ്മൾ എന്താ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ലങ്സിൽ എഡിമാറ്റസ് ഫ്ലൂയിഡ് ഫിൽഡ് ആവും. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ലങ്സിന്റെ അവിടെ കൺജഷൻസും ഹെമറേജസ് ഒക്കെ ഉണ്ടാവും. ഈ കണ്ടീഷൻ ഭയങ്കര സിവിയർ ആണ്. ആള് ഇങ്ങനെയൊക്കെ സംഭവിച്ച ആള് ഒരു 2-3 ദിവസം കൊണ്ട് മരിച്ചു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ എമർജൻസി കെയർ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ. അപ്പൊ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് മേളിലേക്ക് കയറാണ്. ഓക്കെ, അപ്പം നമുക്കറിയാലോ പ്രഷർ നമ്മൾ മേളിലേക്ക് കയറും തോറും പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്ന സമയത്ത് എന്താണ്, നമ്മള് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്നതിനേക്കാൾ ഒരു 2000-3000 അടിയിൽ നിൽക്കുമ്പോൾ അവിടെ ഓക്സിജന്റെ ലെവൽ കുറവല്ലേ എയറിൽ. അപ്പൊ അവിടെ അനോക്സിയ ഉണ്ടാവും. ഈ അനോക്സിയ ഉണ്ടാവുമ്പോഴത്തേക്കും പൾമണറി വെസൽസിന് ഡാമേജ് ഉണ്ടാവും. സോ ആ ഡാമേജ് ആണ് ബാക്കി ഈ എഡിമയിലേക്കും ബാക്കിയുള്ള ഹെമറേജസും അങ്ങനെയുള്ള കണ്ടീഷൻസിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ മോർഫോളജിക്കൽ ഫീച്ചർ നമ്മൾ ഒട്ടോപ്സി എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ CTയോ അല്ലെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എഡിമ, അതായത് അക്യൂട്ട് ക്ലൈംബിംഗ് സമയത്ത് ഉണ്ടാവുന്ന എഡിമയിൽ എപ്പോഴും നമ്മുടെ ബേസൽ ലെയർ ഓഫ് ദ ലങ്സിലായിരിക്കും കൂടുതലും ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഇന്റർലോബുലാർ സെപ്റ്റയൊക്കെ നല്ല തിക്കുണ്ടാവും. ഈ ഫ്ലൂയിഡിന്റെ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ഇന്റർലോബുലാർ സെപ്റ്റയൊക്കെ നല്ല തിക്കുണ്ടായി, ലിംഫാറ്റിക്സ് ഒക്കെ കുറെ ഫ്ലൂയിഡിനടുത്ത് നിന്ന് നല്ല വീർത്ത് നല്ല ഡയലേറ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ചെസ്റ്റ് എക്സ്റേ എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അവന്മാരെ ലീനിയർ ലൈൻസ്, പ്ലൂറയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലീനിയർ ലൈൻസ് ആയിട്ട് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ കേർലീസ് ലൈൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അതായത് കേർലീസ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ ഇവിടെ കാണപ്പെടുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ആണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്റർലോബുലാർ സെപ്റ്റ നല്ല തിക്കണ്ടായിട്ട് നമ്മുടെ ലിംഫാറ്റിക്സ് ഒക്കെ നല്ല ഡയലേറ്റഡ് ആയിട്ട് പ്ലൂറയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലീനിയർ ലൈൻസ് ആയിട്ട് കാണപ്പെടുന്ന ലൈൻസ് ആണ് കേർലീസ് ലൈൻസ്. അപ്പൊ കേർലീസ് ലൈൻസ് യൂഷ്വലി അക്യൂട്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡ് എഡിമയിൽ കാണപ്പെടുന്നതാണ്. ഇനി നമ്മൾ ഗ്രോസ് ആയിട്ട് നമ്മൾ ലങ്സിനെ എടുത്ത് വെച്ച് നോക്കുകയാണ്. ഇപ്പോ നോക്കുമ്പോഴേ ലങ്സ് നല്ല ഹെവി ആയിരിക്കും, മോയിസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഫ്രോത്തി ഫ്ലൂയിഡ്, അതായത് എയറും ഫ്ലൂയിഡും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു ഫ്രോത്തി ഇതിൽ ഇരിക്കുന്നതാണ്. ഇനി നമ്മൾ മൈക്രോസ്കോപ്പിക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ആൽവിയോളർ കാപ്പിലറീസ് ഒക്കെ കൺജസ്റ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ ആദ്യം ഫ്ലൂയിഡ് പോയി കളക്ട് ചെയ്യുന്നത് ഇൻഡസ്ട്രീഷ്യൽ ലങ് സ്പേസസ്, അത് സെപ്റ്റൽ വോള്, അങ്ങനെ ഇൻഡസ്ട്രീഷ്യൽ എഡിമയാണ് ആദ്യം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറ്റുക, അത് ആൽവിയോളയിലേക്ക് പോയി ആൽവിയോളാർ എഡിമ ഉണ്ടാക്കുക. സോ എഡിമാറ്റസ് ഫ്ലൂയിഡിനെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും മൈക്രോസ്കോപ്പിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവന്മാര് നല്ല പിങ്ക് കളർ പ്രോട്ടീനേഷ്യസ് ആയിട്ടാണ് കാണാൻ പറ്റുക. സോ ഇസിനോഫിലിക്ക് നല്ല പിങ്ക് കളർ ആയിട്ടാണ് നമ്മൾ കാണാൻ പറ്റുക. അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൽവിയോളൈസും മാക്രോഫേജസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് അടുത്ത ടൈപ്പ് ഓഫ് എഡിമ. അപ്പൊ ഇത് മനസ്സിലായില്ലേ, ഈ അക്യൂട്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് എഡിമ ക്ലിയർ ആയില്ലേ? മറ്റത് രണ്ടുമാണ് നമ്മൾ കാര്യമായിട്ട് ഓർത്തുക്കണം. ഇമ്പോർട്ടന്റ് ഇത് രണ്ടുമാണ്, ഈ എലവേഷൻ ഇൻ പൾമോണറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും ഇൻക്രീസ് വാസ്കുലർ പെർമിഡിറ്റി. ഇത് വേറൊരു സ്പെഷ്യൽ കണ്ടീഷൻ ആണ് അക്യൂട്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡ് എഡിമ. ട്രെക്കിങ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം കണ്ടുവരുന്നത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒഴിവാക്കണം, അതായത് ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റിലേക്കൊക്കെ കയറുന്നതിന്റെ മുന്നേ ഇപ്പോ നമ്മൾ ബോഡിനെ ഒന്ന് അക്ലിമറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അതിനേക്കാളും കുറച്ചും കൂടെ ഒരു താഴ്ച, അതായത് നമ്മൾ പയ്യെ മേലേക്ക് കയറുക. അതായത് ഇപ്പൊ ഒരു 8000 അടി കയറണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു 1000, 2000, 3000 എന്ന് വെച്ചാൽ അവിടെയൊക്കെ നിന്ന് ബോഡീനെ ഒന്ന് അക്ലിമൈറ്റൈസ് ചെയ്ത് നമ്മുടെ ഇതൊക്കെ കൂടി നമ്മുടെ RBC കണ്ടന്റ് അങ്ങനത്തെ പരിപാടിയൊക്കെ കൂടി അങ്ങനത്തെ പരിപാടിയിലേക്ക് ഇടാൻ ശ്രമിക്കുക ബോഡീനെ. അല്ലാണ്ട് പോകുന്നവർക്കാണ് ഈ കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഇനി അടുത്ത എഡിമയാണ് സെറിബ്രൽ എഡിമ.
അപ്പൊ സെറിബ്രൽ എഡിമാസ് ആണ് ലൈഫ് ത്രെറ്റനിങ് എഡിമാസ്. കാരണം അവിടെ എന്ത് പറ്റും, ബ്രെയിനിലൊക്കെ ഈ ഫ്ലൂയിഡ് കയറിയിട്ട് ബ്രെയിനിലൊക്കെ സ്വെല്ലിംഗ് ഉണ്ടാവും. ഇനി സെറിബ്രൽ എഡിമ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം: വാസോജനിക്, സൈറ്റോടോക്സിക് ആൻഡ് ഇൻഡസ്റ്റീഷ്യൽ. അപ്പൊ വാസോജനിക്കിന്റെ പറയുമ്പോൾ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ബാക്കി ബോഡി സൈറ്റ്സിലുള്ള പോലെ തന്നെ എന്ത് പറ്റുന്ന പറഞ്ഞാൽ ഇൻക്രീസ് ഫിൽട്രേഷൻ പ്രഷർ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് കാപ്പിലറി പെർമിബിലിറ്റി. കാപ്പിലറി പെർമിബിലിറ്റി കൂടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫിൽട്രേഷൻ പ്രഷർ കൂടുന്നത് കൊണ്ടോ ഉണ്ടാവുന്ന എഡിമയാണ് ഇവിടെ. അപ്പൊ വാസോജനിക് എഡിമ നമ്മൾ എവിടെയാണ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറിബ്രൽ കൺഡ്യൂഷൻസ്, അതേപോലെ ബ്രെയിൻ ആബ്സസസ്, ട്യൂമേഴ്സ്, ഇൻഫാക്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഈ വാസോജനിക് എഡിമ കാണാൻ പറ്റുക. അപ്പൊ അവിടെയൊക്കെയാണ് ഈ വാസ്കുലേഴ്സ്, നമ്മുടെ കാപ്പിലറീസിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി, ഡാമേജസ് ഉണ്ടായി, അവിടെ പെർമിയബിലിറ്റി ഒക്കെ കൂടുക. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഗ്രോസ് ഫീച്ചേഴ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വൈറ്റ് മാറ്റർ നല്ല എഡിമ ഒക്കെ നല്ല വെള്ളം നല്ല ഫ്ലൂയിഡ് ഒക്കെ നല്ല കോഴിത്തല സോളനായി സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ഗൈറൈസ് ഒക്കെ ഫ്ലാറ്റൻഡ് ആയിരിക്കും, സൾക്കൈസ് ഒക്കെ നാരോഡും ആയിരിക്കും. അപ്പൊ നമ്മൾ സെക്ഷൻ ചെയ്യുന്ന സർഫസ് നല്ല സോഫ്റ്റും ജലാറ്റിനസ് ആയിരിക്കും. ഇനി മൈക്രോസ്കോപ്പിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ടിഷ്യൂ എലമെന്റ്സ്. അപ്പോൾ ടിഷ്യൂ എലമെന്റ്സിന്റെ സെപ്പറേഷൻ ആണ് എഡിമാറ്റിക് ഫ്ലൂയിഡും അതേപോലെ ആസ്ട്രോസൈറ്റ്സ് സ്വെൽഡ് ആയിട്ടും കാണാൻ പറ്റും. നമ്മുടെ വിർച്വോ റോബിൻ സ്പേസ് അല്ലെ പെരിവാസ്കുലർ സ്പേസ് വൈഡൻഡ് ആയിരിക്കും. എന്നിട്ട് നമ്മുടെ സ്മോൾ ബ്ലഡ് വെസൽസിന്റെ ചുറ്റിനും ക്ലിയർ ആയിട്ടുള്ള ഹാലോസ് കാണാൻ പറ്റും ഈ എഡിമാറ്റസ് ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ട്. ഓക്കെ, മനസ്സിലായോ ഈ വാസോജനിക് എഡിമ? അപ്പൊ ഇനി അടുത്ത ടൈപ്പാണ് സൈറ്റോടോക്സിക് എഡിമ. അപ്പൊ സൈറ്റോടോക്സിക് എഡിമയ്ക്കകത്ത് എന്താ വെച്ച് കഴിഞ്ഞാല് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇൻടാക്ട് ആണ്, പക്ഷെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ സെല്ലിന്റെ അകത്ത് സംഭവിക്കും, ഇൻട്രാ സെല്ലുലാർ ആയിട്ട് സംഭവിക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ ഓസ്മോ റെഗുലേഷനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അക്യൂട്ട് ഹൈപ്പോക്സിയ, ടോക്സിക് കെമിക്കൽസ്, അല്ലെ മെറ്റബോളിസത്തിലുള്ള എന്തെങ്കിലും ചേഞ്ചസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ സെല്ലിന്റെ ഓസ്മോ റെഗുലേഷൻ എഫക്റ്റഡ് ആവും. അങ്ങനെ ഓസ്മോ റെഗുലേഷൻ എഫക്റ്റഡ് ആവുന്ന കണ്ടീഷനിൽ സെല്ലിന്റെ അകത്ത് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടായി, അങ്ങനെ ഇതുണ്ടാവും. അപ്പൊ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനുള്ള ഇവിടെ പ്രശ്നം ഇവിടെ സെല്ലിന്റെ ഓസ്മോ റെഗുലേഷന് വരുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇതിനെ മൈക്രോസ്കോപ്പിക്കലി നോക്കുമ്പോൾ സെൽസ് ഒക്കെ നല്ല സ്വൊള്ളനും വാക്യുലേറ്റഡും ആയിരിക്കും. ചില സിറ്റുവേഷൻസിൽ രണ്ടും കൂടെ ഒരുമിച്ചുണ്ടാവും. അതായത് പ്യൂറിലന്റ് മെനിഞ്ചൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ വാസോജനിക്കും സൈറ്റോടോക്സിക് സെറിബ്രൽ എഡിമയും രണ്ടും കൂടെ ഒരേപോലെ ഉണ്ടാവും. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്ന സൈറ്റോടോക്സിക് എഡിമ അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇമ്പാക്ട് ആണ്, സെല്ലിന്റെ ഓസ്മോ റെഗുലേഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ്, ഇത്ര എഴുതി വെച്ചാൽ മതി. ഇത് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ പ്യൂറിലന്റ് മെനിഞ്ചൈറ്റിസ്. പിന്നെ വാസോജനിക് എഡിമ അത് ഫിൽട്രേഷൻ കൂടുന്നത് കൊണ്ടോ പെർമിയബിലിറ്റി കൂടുന്നത് കൊണ്ടോ ആകാം. അത് ട്യൂമറിന്റെ സ്ഥലങ്ങളിലൊക്കെയാണ് കാണപ്പെടുക. പിന്നെ ഗ്രോസ് ഫീച്ചേഴ്സ് എന്തെങ്കിലും ഒരു 2-3 ഗ്രോസ് ഫീച്ചേഴ്സ്, എന്താ വൈറ്റ് മാറ്റർ സോഫ്റ്റ് സോളൻ ആയിട്ടായിരിക്കും, ഫ്ലാറ്റൻഡ് ആയിരിക്കും, ഗൈറൈ സൾക്കൈ നാരോ ചെയ്യും. മൈക്രോസ്കോപ്പിക്കൽ എഴുതുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ആസ്ട്രോസൈറ്റ്സ് സ്വെല്ലിംഗ് ആണ്, അതേപോലെ പെരിവാസ്കുലർ സ്പേസ് വൈഡൻഡ് ആണ്. ഇത്രയൊക്കെ എഴുതിയാൽ ഇനി അടുത്തത് വരുന്നത് ഇൻഡസ്ട്രീഷ്യൽ എഡിമ. അപ്പം ഈ ടൈപ്പ് എഡിമ ഉണ്ടാകുന്ന എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഫ്ലൂയിഡ് നമ്മുടെ ബ്രെയിനിന്റെ വെൻട്രിക്കിൾസിന്റെ എപ്പൻഡൈമൽ ലൈനിങ്സിനെ ക്രോസ് ചെയ്തിട്ട് പെരിവെൻട്രിക്കുലർ വൈറ്റ് മാറ്ററിൽ വന്നിട്ട് കളക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സെറിബ്രൽ എഡിമയെ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ എഡിമ എന്ന് വിളിക്കുക. അതായത് എക്സസ് ഫ്ലൂയിഡ് എപ്പൻഡൈമൽ ലൈനിങ്സ് ഓഫ് ദ വെൻട്രിക്കിൾസിനെ ക്രോസ് ചെയ്തിട്ട് പെരിവെൻട്രിക്കുലർ വൈറ്റ് മാറ്ററിൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ സെറിബ്രൽ എഡിമ. ഇനി നമുക്ക് ആകെ എഡിമയിനകത്ത് 3 എഡിമ, 2 എഡിമയും കൂടെ ഉള്ളൂ. 3 എഡിമ. അപ്പൊ ഇനി വരുന്നത് ഹെപ്പാറ്റിക് എഡിമയാണ്. അപ്പൊ എന്താണ് ഹെപ്പാറ്റിക് എഡിമ? അപ്പോ നമ്മുടെ ലിവറിൽ കാണപ്പെടുന്ന എഡിമ, അല്ലെ ലിവറിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന എഡിമാസ് ആണ് ഹെപ്പാറ്റിക് എഡിമാസ്. ഇനി അത് എന്തൊക്കെ കൊണ്ടുണ്ടാകാം? ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈപ്പോപ്രോട്ടീനീമിയ, അതായത്
നമ്മുടെ ഡിസീസ് ലിവറിൽ എന്തെങ്കിലും ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാൽ ലിവറിൽ പ്രോട്ടീൻ സിന്തസിസ് കുറയും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന എഡിമയാണ് ഹൈപ്പോപ്രോട്ടീനീമിയ. അപ്പൊ അതാണ് ഒരു റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. അപ്പൊ വീനസ് പ്രഷർ കൂടും, അതുവഴി എന്താ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടും. അത് രണ്ടാമത്തെ റീസൺ. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഡോസ്റ്റിറോണെ ഡിസീസ്ഡ് ലിവർ. നമ്മൾ ആൽഡോസ്റ്റിറോണെ ഇനാക്ടിവേഷൻ നടക്കാന്ന് പറഞ്ഞാല് എവിടെയാണ്? ലിവറിലാണ്. സോ ലിവറിന് എന്തെങ്കിലും ഒരു പത്തോജനസിറ്റി ഉള്ള കണ്ടീഷനിൽ എന്ത് സംഭവിക്കാം? അവിടെ ലിവറിന് ഈ ആൽഡോസ്റ്റിറോണ് ഡീഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല. സോ അവിടെ എന്ത് പറ്റുന്നു? അവിടെ വീണ്ടും ആൽഡോസ്റ്റിറോൺ ഉണ്ടായി. അപ്പൊ സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ ഉണ്ടായിട്ട് സാധനം മനസ്സിലായോ? അപ്പൊ 3 മെക്കാനിസം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ 3 പറഞ്ഞപ്പോ നമ്മള് 3 പത്തോജനസിസും കവർ ചെയ്തു. ഒന്നെന്താ? നമ്മള് ഹൈപ്പോപ്രോട്ടീനീമിയ പറഞ്ഞപ്പോ നമ്മൾ കവർ ചെയ്ത എന്താ? പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ കുറയുന്ന കാര്യം പറഞ്ഞു. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ പറഞ്ഞപ്പോ എന്താ? നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുന്നത് പറഞ്ഞു. ഇനി ആൽഡോസ്റ്റിറോൺ പറഞ്ഞപ്പോ എന്താ? സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷന്റെ കാര്യം പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി സ്റ്റിമുലേഷൻ, അതായത് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസത്തിന്റെ സെക്കൻഡറി സ്റ്റിമുലേഷൻ കൊണ്ട് വീണ്ടും സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകുന്നു. അപ്പൊ ഇത്രയാണ് ഹെപ്പാറ്റിക് എഡിമയുടെ കോസസ്. മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഓക്കെ, ഇതിനകത്തൊരു 3 കോഴ്സെങ്കിലൊക്കെ എഴുതാൻ വെച്ചാൽ മതി. അപ്പോ ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് എഡിമയിലേക്ക് പോവാം. അടുത്ത ടൈപ്പ് ഓഫ് എഡിമ എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ എഡിമയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ന്യൂട്രീഷണൽ എഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോട്ടീൻസ്, വൈറ്റമിൻസ് അതിന്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന എഡിമ. ഇപ്പൊ പ്രോട്ടീൻ ഡെഫിഷ്യൻസി, കോശിയോർക്കർ എന്ന് പറയുമ്പോൾ കൊച്ചു പിള്ളേർക്ക് നമ്മൾ ഈ തീരെ പുവർ ആയിട്ടുള്ള കൺട്രീസിൽ കാണുന്ന കൊച്ചു പിള്ളേർക്ക് കാണപ്പെടുന്ന ഒരു മെറ്റബോളിക് കണ്ടീഷൻ ആണ്. അവരെ നോക്കുമ്പോഴത്തേക്ക് അവരുടെ അബ്ഡോമിനൽ റീജിയൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ചെറിയ നെഞ്ചൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് വലിഞ്ഞിക്കും, എല്ലൊക്കെ ഇങ്ങനെ പുറത്ത് കാണാം. പക്ഷെ വയറ് നോക്കുമ്പോഴത്തേക്കും ബലൂൺ വീർപ്പിച്ച പോലെ ആയിരിക്കും അവരുടെ സ്റ്റൊമക് റീജിയൻ കാണപ്പെടുക. അല്ല, അബ്ഡോമിൻ ഒരു ബലൂൺ വീർപ്പിച്ച പോലെ ഇരിക്കും. അതായത് ഭയങ്കര ഒരു അബ്നോർമാലിറ്റി. അപ്പൊ കാണുമ്പോ തന്നെ മനസ്സിലായി. അതായത് നെഞ്ചൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ടും, ചെസ്റ്റ് റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഉള്ളിലോട്ട്, അബ്ഡോമിൻ നോക്കുമ്പോഴത്തേക്കും നല്ല ബൾജ്ഡ് ഔട്ട് ആയിട്ട് നിൽക്കും. അപ്പൊ കോശിയോർക്കർ, അതായത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കോശിയോർക്കറിൽ ഈ ഒരു എഡിമ ഉണ്ടാവുന്നത്. പിന്നെ ബെറിബെറി, വൈറ്റമിൻ B1 ഡെഫിഷ്യൻസിയിൽ എഡിമ ഉണ്ടാവും. പിന്നെ ആൽക്കഹോളിസം, ക്രോണിക് ആൽക്കഹോളിസം കൊണ്ടും നമ്മുടെ കാലില്, ലെഗ്സിന്റെ അവിടെയൊക്കെ എന്ത് ജനറലൈസ്ഡ് എഡിമ ഉണ്ടാവുക. അപ്പൊ ഞാൻ നേരത്തെ കോശിയോർക്കർ എന്ന് പറഞ്ഞാൽ അത് എക്കണോമിക്കലി ഡിപ്രൈഡ് ആയ ആഫ്രിക്ക, ഏഷ്യയിലൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോ അവിടെ എന്തും വേറെ കണ്ടീഷൻസ്, അപ്പൊ അവിടെ എഡിമ ഉണ്ടാവും, മ്യൂക്കോക്യൂട്ടേനിയസ് അൾസറേഷൻസ് ഉണ്ടാവും, അതുപോലെ ഡീ പിഗ്മെന്റേഷൻ ഓഫ് ഹെയർ. അത് പക്ഷെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊക്കെ നമുക്ക് അഡിക്വേറ്റ് ആയിട്ട് ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് കറക്റ്റ് ആയിട്ട് ഇവരെ ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈസിലി പഴയ പോലെ നമുക്ക് ആക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ന്യൂട്രീഷണൽ എഡിമ. ഇനി അടുത്ത ടോപ്പിക്കാണ് മിക്സ്ഡ് എഡിമ. മിക്സ്ഡ് എഡിമ എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താണ്? നമ്മള് കഴിഞ്ഞ കൊല്ലം പഠിച്ച സാധനമാണ്. അപ്പൊ മിക്സ്ഡ് എഡിമ ഹൈപ്പോ തൈറോയിഡിസം കൊണ്ടുണ്ടാവുന്നതാണ്. അത് നമുക്ക് തൈറോയിഡിന്റെ ചാപ്റ്ററിൽ ഫുള്ള് കാര്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ മിക്സ്ഡ് എഡിമ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇപ്പൊ പറയുന്നതിന് വേണ്ടി പറയുന്നതാണ്. മിക്സ്ഡ് എഡിമ ഒരു നോൺ ഫിറ്റിംഗ് ടൈപ്പ് ഓഫ് എഡിമയാണ്. ഹൈപ്പോ തൈറോയിഡിസം കാരണം ഉണ്ടാവുന്നതാണ്. അവിടെ എന്താ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർസ്റ്റീഷ്യത്തില് ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസിന്റെ ഡെപ്പോസിഷൻ എക്സസീവ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പൊ മൈക്രോസ്കോപ്പിക്കലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ ബേസോഫിലിക് മ്യൂക്കോപോളിസാക്കറൈഡ്സിനെ കാണാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയും മിക്സ്ഡ് എഡിമ ഫേസിലൊക്കെയാണ് കാണപ്പെടുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് നമുക്ക് എഡിമ. അപ്പൊ മൊത്തം നമ്മൾ 7 തരം എഡിമ ഉണ്ട്. റീനല്, കാർഡിയാക്ക്, പിന്നെന്താണ്, പൾമണറി ഉണ്ട്, സെർബ്രൽ ഉണ്ട്, പിന്നെ ന്യൂട്രീഷണലും ഇതുണ്ട്, മിക്സ്ഡ് എഡിമ. അങ്ങനെ മൊത്തം 7 എഡിമ. അപ്പൊ എഡിമനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എഡിമനെ പറ്റി ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 7 എഡിമേനെ പറ്റിയും ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ചില എഡിമയ്ക്ക് അതിന്റെ സബ് ടൈപ്സ് ഉണ്ടാവും. അപ്പൊ ഓരോന്നിനെ പറ്റിയും ജസ്റ്റ് ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക.
എത്ര ടൈപ്പ് എഡിമ ഉണ്ടോ അതിനെ പറ്റിയൊക്കെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ തന്നെ പത്തോജനസിസ് ഓഫ് എഡിമയെ പറ്റി പറയാ. ഇത്രയാണ് നമുക്ക് ഉത്തരം എഴുതേണ്ടി വരിക. ഇനി അടുത്ത ടോപ്പിക് ഡീഹൈഡ്രേഷൻ. ലാസ്റ്റത്തെ 2 ടോപ്പിക്, ഒന്ന് ഡീഹൈഡ്രേഷനും ഒന്ന് ഓവർ ഹൈഡ്രേഷനും. ഇനി ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഡീഹൈഡ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് പ്യൂർലി ബോഡി വാട്ടർ ഡിപ്ലീഷൻ ആണ്. അതായത് അവിടെ സോഡിയം റിട്ടൻഷൻ തന്നെ ഉണ്ടാവും, സോഡിയം നമ്മുടെ ബോഡി തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ കംപ്ലീറ്റ്ലി നമുക്ക് വാട്ടർ നല്ലോണം കുറയും. അതിനാണ് നമ്മള് ഡീഹൈഡ്രേഷൻ. അപ്പൊ ഡീഹൈഡ്രേഷൻ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വാട്ടർ കണ്ടന്റ് ട്യൂബ്യൂൾസിൽ നിന്നും നമ്മുടെ വെസൽസിൽ നിന്നൊക്കെ പോകുന്നത് കൊണ്ട് എന്ത് പറ്റി, അവിടെ ഹൈപ്പർ നെട്രീമിയ. കാരണം എന്താ, അവിടെ സോഡിയത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ, കാരണം വാട്ടർ ഇവാപറേറ്റ് ചെയ്തത്. നമ്മളിപ്പോ ഒരു മരുഭൂമി കൂടെ നടക്കാണ്, അപ്പൊ ആ ഒരു ചൂട് കാരണം നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ ഇങ്ങനെ ഇവാപറേറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. പക്ഷെ സോഡിയത്തിന് അങ്ങനെ സീനില്ല, അപ്പൊ സോഡിയം അവിടെ തന്നെ കിടക്കും. അപ്പൊ അവിടെ എന്ത് പറ്റും, വാട്ടർ, അപ്പൊ പ്യൂർ ഡിപ്രിവേഷൻ ഓഫ് വാട്ടർ ആണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നത്. പക്ഷെ സോഡിയം റിമെയിൻസ് ദർ. അപ്പൊ അവിടെ എന്താവും, ഹൈപ്പർ നെട്രീമിയ ഉണ്ടാവും. അപ്പൊ ഇനി എന്തൊക്കെ കേസുകളിലാണ് ഈ സാധനം കാണാതെ ഡീഹൈഡ്രേഷൻ എവിടെയൊക്കെ കാണപ്പെടുന്നു എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് എക്സ്ക്രീഷൻസ്, അതായത് സിവിയർ വോമിറ്റിംഗ്, ഡയറിയ, കോളറ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ ഒരു ഇത് കാണാൻ പറ്റും, ഡീഹൈഡ്രേഷൻ കാണാൻ പറ്റും. ഇനി റീനൽ എക്സ്ക്രീഷൻ, അതായത് അക്യൂട്ട് റീനൽ ഫെയിലിയറിന്റെ ഡയൂററ്റിക് ഫേസ്. ഡയൂററ്റിക് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. പിന്നെ അതേപോലെ ഡയൂററ്റിക്സിന്റെ എക്സസീവ് യൂസ്, അതേപോലെ എൻഡോക്രൈൻ ഡിസീസ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അഡിസൺസ് ഡിസീസ്, ഈ ഡിസീസസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ യൂറിൻ വഴി നമുക്ക് വാട്ടർ ഇങ്ങനെ ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ഡീഹൈഡ്രേഷൻ കിട്ടും. ഇനി നമുക്ക് ഇഞ്ചറി, ബേൺസ്, ചൈൽഡ് ബർത്ത്, അങ്ങനെ ആക്സിഡന്റ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ബ്ലഡും പ്ലാസ്മയൊക്കെ ലോസ്റ്റ് ആവും. അതുവഴി ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാം. ഇനി സ്കിന്ന് വഴി ഞാൻ പറഞ്ഞ ഹൈപ്പർ തെർമിയ, അത് പിന്നെ അതേപോലെ എക്സസീവ് പെർസ്പിറേഷൻ. ഇനി തേർഡ് സ്പേസ്, അതായത് നമ്മുടെ വേറെ എവിടെയെങ്കിലും നമ്മുടെ ബോഡി ക്യാവിറ്റീസിലെ വാട്ടർ അക്യുമുലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ, അതായത് അസൈറ്റ്സ്, അതുപോലെ അക്യൂട്ട് ഇൻഡസ്ട്രൈനൽ ഒബ്സ്ട്രക്ഷൻ വിത്ത് നമ്മുടെ ബവല് ഫ്ലൂയിഡ് എന്താണ് വാട്ടർ അക്യുമുലേഷൻ ഉണ്ടാവുക, അല്ല അസൈറ്റ്സ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ ബോഡിയിൽ നമുക്ക് വേണ്ടുന്നിടത്ത് വാട്ടർ ഉണ്ടാവില്ല. ഇനി മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് കഴിഞ്ഞാല് ഓർഗൻസിലൊന്നും സാധാരണയായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും, അതായത് നമ്മളൊരു ഇപ്പൊ ഡീഹൈഡ്രേഷൻ ഉണ്ടായ ഒരാളെ ഇപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ നോക്കുകയാണ്, ഇപ്പൊ അത് ഒരു പെട്ടെന്ന് നടന്നു പോകുന്ന വഴിക്ക് വെള്ളം ഇല്ലാണ്ട് തലയിറങ്ങി വീണ്, അപ്പൊ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നമ്മൾ കാഷ്വാലിറ്റിയിൽ നമ്മൾ ജസ്റ്റ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഓർഗൻസ് ഒക്കെ